ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം കേരള സർക്കാർ ഈ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാൻ, എന്ത് ഭൗതിക സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കമ്പനി നേരിട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ജീവനക്കാരെ അവർ തന്നെ അവരുടെ കമ്പനിയുടെ വിവിധ രേഖകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ജീവനക്കാരെ, കേരളത്തിലെ ജീവനക്കാരെ വളരെ നല്ല രീതിയിൽ ആ കമ്പനി ഒഫീഷ്യൽസ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും നല്ലതാണെന്ന് അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. 100 പേരുമായി ഇവിടെ തുടങ്ങിയ ഒരു കമ്പനി 500 പേരിൽ കൂടുതൽ കൊച്ചിയിൽ ജീവനക്കാരുമാകുകയും അതിനുശേഷം അതിനൊരു ബ്രാഞ്ച്, ഒരു സെന്റർ കോഴിക്കോട് തുടങ്ങി ആ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയായി ഇതുവരെ ഉണ്ടായിരുന്നു. ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കമ്പനി പൂട്ടുന്നത് വരെ അത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. കമ്പനിയുടെ മറ്റു രേഖകൾ പരിശോധിച്ചപ്പോൾ കമ്പനി ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിയും കൂടിയാണ്. എന്നിട്ടും ഇത് ക്ലോസ് ചെയ്തതിനെ കുറിച്ച് റിട്രഞ്ച്മെന്റ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചെങ്കിൽ റിട്രഞ്ച്മെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ 2 സെന്ററിലെ മുഴുവൻ ജീവനക്കാരെയും പുറത്താക്കിയാണ്. അതൊരു ക്ലോഷർ തന്നെയാണ്. ആ ക്ലോഷർ ആണെങ്കിൽ IR കോഡ് അനുസരിച്ചാണെങ്കിൽ പോലും ഗവൺമെന്റിന് നോട്ടീസ് തരേണ്ടതാണ്. അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഞങ്ങൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് വർക്കില്ല, അതുകൊണ്ട് സെന്റർ അടച്ചുപൂട്ടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ ചർച്ചയിൽ എല്ലാവരും, ഞങ്ങൾ ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓഫീഷ്യൽസും ജില്ലാ കളക്ടർ അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ച ചോദ്യം അതാണ്. നിങ്ങൾക്ക് കമ്പനിയിൽ വർക്കില്ല എങ്കിൽ ഇതൊരു ലൊക്കാലിറ്റിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇരുന്നു കൊണ്ടായാലും, നോയിഡയിൽ ഇരുന്നു കൊണ്ടായാലും, ഹൈദരാബാദിൽ ഇരുന്നു കൊണ്ടായാലും, ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടായാലും ചെയ്യാവുന്ന വർക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വളരെ കൃത്യമായി ഓരോ പോയിന്റ്സും ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ചോദിച്ചപ്പോഴും അവർക്ക് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ഹംബ്ലി പറയുകയാണെന്നൊക്കെ പറയുന്നു, പക്ഷെ പറയുന്ന കാര്യങ്ങള് ഇത് വേറൊരു നിവൃത്തിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ലേബർ ഫോഴ്സിനെ, ഞങ്ങളുടെ ഡിഗ്നിറ്റിയെ, കേരളത്തിന്റെ ലേബർ ഡിഗ്നിറ്റിയെ അപമാനിക്കുന്ന തരത്തിൽ കമ്പനി പെരുമാറുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അവര് എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ കമ്പനിക്ക്, ഇതിന്റെ കമ്പനി CEO 2026 ഏറ്റവും മികച്ച CEO ആയി ഇവരെ വന്നത് ഈ നമ്മുടെ കുട്ടികൾ അടക്കമുള്ളവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടുകൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾ എടുക്കാൻ ഫോഴ്സ്ഫുൾ ആയി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേറെ വെർട്ടിക്കിൾസിനെ കൊണ്ടുവരാൻ അതിനുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഇതിന്റെ വർക്ക് കിട്ടേണ്ടത് മറ്റു വെർട്ടിക്കിളാണല്ലോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നത് അടക്കം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 20-ാം തീയതി ചർച്ച വരെ കുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശമായി പറഞ്ഞത്. അപ്പോൾ അതിന് അവര് വീട്ടിലിരിക്കട്ടെ എന്ന മറുപടിയാണ് പറഞ്ഞത്. അതിശക്തമായി ഞങ്ങൾ എല്ലാവരും അത് പ്രതിഷേധിച്ച് പറയുകയുണ്ടായി. ആ ഒരു പോയിന്റിൽ മാത്രമാണ് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത്. എന്തായാലും ചർച്ചയ്ക്കായി കമ്പനി 20-ാം തീയതി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.